നമസ്കാരം. കേന്ദ്രത്തെ വരിഞ്ഞിട്ട് മുറുക്കുകയാണ് സുപ്രീം കോടതി. അവരൊന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഇരട്ടി പറയാൻ തയ്യാറാണെന്ന നിലപാടിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടും ഗവർണർമാരുടെ അഴിഞ്ഞാട്ടത്തിലും കടുത്ത ഭാഷയിൽ കേന്ദ്രത്തെ വിമർശിച്ച സുപ്രീം കോടതിയുടെ അടുത്ത നടപടിയാണ് ഇപ്പോൾ ഏറെ വിവാദങ്ങളും കോളിളക്കവും എല്ലാം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതോടെ കേന്ദ്രത്തിൻ്റെ തോന്നിവാസം ഈ രാജ്യത്ത് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കി തരുന്നത്. കേന്ദ്രത്തെ വിമർശിച്ചു എന്ന പേരിൽ ദേശവിരുദ്ധ കുറ്റം ചുമത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ദളിത് PhD പണ്ഡിതനായിട്ടുള്ള രാംദാസ് KSനെ തിരിച്ചെടുക്കുവാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തന്നെ ഇപ്പോൾ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതി കേന്ദ്രത്തിന് നേരെ ഒളിയം പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJPക്കെതിരെ ആരുമൊന്നും പറയാൻ പാടില്ല, ഏകാധിപതിയായിട്ടുള്ള മോദിയെ ഇങ്ങനെ വാഴ്ത്തി പാടിക്കൊള്ളണം, അതൊന്നും ഇവിടെ നടക്കില്ല, ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ആഞ്ഞടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം രാംദാസ് നൽകിയ ഹർജി മുംബൈ ഹൈക്കോടതി തള്ളിയിരുന്നു. വിവാദപരമായിട്ടുള്ള സസ്പെൻഷന് 1 വർഷത്തിന് ശേഷം രാംദാസിനെ സുപ്രീം കോടതി ഇപ്പോൾ അനുകൂലമാകുമ്പോൾ ശരിക്കും ഇത് കേന്ദ്രത്തിന് കിട്ടുന്ന വഖഫിനും രാഷ്ട്രപതിക്ക് സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ല എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഇപ്പോൾ മൂന്നാമത്തെ ഒരു തിരിച്ചടി കൂടി തന്നെയാണ്. 2 വർഷത്തെ സസ്പെൻഷനും ഏതെങ്കിലും TISS ക്യാമ്പസിലേക്കുള്ള പ്രവേശന വിലക്കും ചോദ്യം ചെയ്ത രാംദാസിൻ്റെ ഹർജി പരിഗണിക്കുന്നതിനിടെ അദ്ദേഹത്തെ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്ന വിദ്യാർത്ഥിയായിട്ട് പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതി ഒരു നിർണായക ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. വയനാട് സ്വദേശിയായിട്ടുള്ള രാംദാസ് മുംബൈയിലെ TISSൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ പഠിക്കുകയാണ്. 2024 മെയ് മാസത്തിലായിരുന്നു നിയമ പോരാട്ടം ആരംഭിച്ചത്. തൻ്റെ വിശദീകരണങ്ങളൊക്കെ തന്നെ ശരിയായി പരിഗണിക്കാതെയാണ് സർവകലാശാല തനിക്ക് സസ്പെൻഷൻ ഏർപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം കോടതിയിൽ വാദിച്ചത്. അതേസമയം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത് ഉൾപ്പെടെയുള്ള തൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഒരു എംപവേർഡ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനം നടപടികളെ ന്യായീകരിച്ചത്. മുംബൈയിലെ TISSൽ പ്രോഗ്രസീവ് സ്റ്റുഡൻറ് ഫോറത്തിൽ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാംദാസ് ഇപ്പോൾ സ്റ്റുഡൻസ് ഓഫ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ SFI മഹാരാഷ്ട്രയുടെ ജോയിന്റ് സെക്രട്ടറിയുമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഭരണകൂടത്തിൻ്റെ നയങ്ങളുടെ കടുത്ത വിമർശകനാണ് അദ്ദേഹം. തൻ്റെ പ്രസ്താവനയിൽ രാംദാസ് തൻ്റെ പോരാട്ടത്തെ വിശാലമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു. ഒരു വിദ്യാർത്ഥിക്കും വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഒരിക്കലും ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമായിരുന്നില്ല. അത് എണ്ണമറ്റ വിദ്യാർത്ഥികളുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ക്യാമ്പസ് ജനാധിപത്യത്തിൻ്റെ ചോദ്യത്തെക്കുറിച്ചുമായിരുന്നു. കേന്ദ്രത്തിനെതിരെ പറഞ്ഞതിനായിരുന്നു രാംദാസിന് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോഴിതാ ആ വിലക്ക് പൊട്ടിച്ചിരിക്കുന്നത് സുപ്രീം കോടതി തന്നെയാണ്. നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, കഴിഞ്ഞ മാസം കേന്ദ്രത്തിനെതിരെ ഒന്ന് വാ തുറന്നതിനായിരുന്നു എമ്പുരാനെ വെട്ടിയത്. അതുപോലെ ഒതുക്കാൻ നോക്കിയെങ്കിലും രാംദാസിന് തുണയായിട്ട് സുപ്രീം കോടതി ഇപ്പോൾ എത്തുകയായിരുന്നു. ജാതി സെൻസസ് നടപ്പിലാക്കാനായിട്ട് അനുമതി കൊടുത്ത കേന്ദ്രത്തിന് മുന്നേ തന്നെ ദളിതർക്ക് നീതി നടപ്പിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഓരോ അനീതിക്കും കാവലായി ഇനി സുപ്രീം കോടതി ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ഈ സമീപകാലങ്ങളിലായിട്ട് ജനങ്ങൾക്ക് കോടതിയിൽ നിന്നും കേൾക്കാനും അറിയാനും സാധിക്കുന്നത്.